കടലാക്രമണം തടയുന്നതിനും റബ്ബർ കൃഷിക്കാരെ സഹായിക്കുന്നതിനുമെല്ലാം നിരവധി നിവേദനങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അവക്കൊന്നും ഒരു പരിഗണനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രമല്ല, ഈ ഇനത്തിൽ 10% കുറവ് വരികയും ചെയ്തു. ഈ വർഷം ചരിത്രത്തിലാദ്യമായി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന രൂപീകരണം മുതൽ നൽകിയ ലോണിന്റെ പലിശയായ 5980 കോടി രൂപയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ലോൺ എടുത്തപ്പോൾ സർക്കാർ നൽകിയ ഗ്യാരണ്ടി ഫീസ് ഇനത്തിലെ 635 കോടി രൂപയും കുടിശ്ശികയായി കേന്ദ്ര സർക്കാർ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഇത് കണക്കെഴുത്തിലെ ഒരു മാറ്റം മാത്രമാണ്. സാധാരണഗതിയിൽ ഇത്തരം കുടിശ്ശികകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സർക്കാർ ഓഹരികളായിട്ട് മാറ്റുകയാണ് പതിവ്. ഓരോ വിഹിതത്തിലെയും വെട്ടിക്കുറവുണ്ട്. GST നഷ്ടപരിഹാരക്കുറവിൽ 12,000 കോടിയുടെ വെട്ടിക്കുറവാണ്. റവന്യൂ കമ്മി ഗ്രാന്റിലെ കുറവ് 8,400 കോടി രൂപയാണ്. വായ്പാ അനുമതി നിഷേധം മൂലമുണ്ടാകുന്ന കുറവ് 19,600 കോടി രൂപയാണ്. ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. ഇങ്ങനെ കടുത്ത പ്രയാസത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ തള്ളിവിടാനുള്ള ശ്രമം നടത്തുമ്പോഴും അഭിമാനത്തോടെ നമുക്ക് പറയാനാകും, ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് 60 ലക്ഷം പേർക്ക് പെൻഷൻ നൽകുന്നത്. അത് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അത് ഈ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവ്വം ശ്രമം നടത്തുന്ന ഘട്ടത്തിലാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇപ്പൊ ക്ഷേമ പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ കാണാം. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സാർവത്രിക സാമൂഹിക ക്ഷേമ പെൻഷൻ നിരക്ക് 1,600 രൂപ നൽകുന്ന ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനത്തിന്റെ പേര് വളരെ അഭിമാനത്തോടെ പറയാനാകും, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ്. അതല്ല പ്രത്യേകത. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്ഷേമ പെൻഷന്റെ സ്ഥിതി എന്ത് പരിശോധിക്കണം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്ഷേമ പെൻഷന്റെ സ്ഥിതി നിങ്ങൾ പരിശോധിക്കണം. അപ്പൊ ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കുന്നതിന് പ്രതിവർഷം ഈ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിനിടയിലും നാം പ്രതിവർഷം ചെലവഴിക്കുന്നത് 11,000 കോടി രൂപയാണ്. 11,000 കോടി രൂപ സംസ്ഥാന സർക്കാർ പ്രതിവർഷം ക്ഷേമ പെൻഷന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു. ഇപ്പോൾ ഇതിനെതിരെയൊക്കെ ചില വർത്തമാനം പറയുന്ന UDF ഉണ്ടല്ലോ. 2011-2016 UDF ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാർ മുമ്പ് കൊണ്ടുവന്ന ക്ഷേമ പെൻഷൻ 24 മാസ കുടിശ്ശികയാക്കി വെച്ചത്. UDF ഭരണകാലത്ത് 60 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ ഇല്ല, 34 ലക്ഷം പേർക്ക് മാത്രമാണ്. UDF ഭരണകാലത്ത് 1,600 രൂപയല്ല ക്ഷേമ പെൻഷന്റെ തുക, 600 രൂപ മാത്രമാണ്. എന്നിട്ടും 24 മാസം 2 കൊല്ലം ക്ഷേമ പെൻഷൻ നൽകാത്തവരാണ് ഈ പറയുന്ന UDF. സാമൂഹിക ക്ഷേമ പെൻഷനും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഈ നിലയിൽ ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടതുപക്ഷമാണ്. ക്ഷേമ പെൻഷന് വേണ്ടി മാത്രം ഈ 8 വർഷം LDF സർക്കാർ ചെലവഴിച്ചത് 64,000 കോടി രൂപയാണ്. ഇത് സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ഒരു ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ക്ഷേമ പെൻഷന് വേണ്ടി 64,000 കോടി രൂപ മുടക്കുന്നു. ഇനി ചില തെറ്റായ പ്രചരണമുണ്ട്. കേന്ദ്ര സർക്കാരാണ് ഇതിൽ ഭൂരിപക്ഷവും ചെലവാക്കുന്നതൊക്കെയുള്ള ചില പ്രചരണം ചിലർ നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ ആകെ ക്ഷേമ പെൻഷൻകാരിൽ 6 ലക്ഷത്തോളം പേർക്കുള്ള പെൻഷൻ നൽകുന്നതിനുള്ള കേന്ദ്ര വീതമാണ് ലഭിക്കുന്നത്. 60 ലക്ഷം കൊടുക്കുന്നതിന്റെ 10-1 600 കോടി ഇതിനായി കേന്ദ്രം നൽകുന്നു. അത് തന്നെ ഒരു വർഷം കേരളത്തിൽ ആകെ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനിൽ 6% വരുന്നില്ല. അതും കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. ഇത് ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ മാത്രമല്ല, ഓരോ ജനക്ഷേമ പ്രവർത്തനങ്ങളിലും ഈ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഇതോടൊപ്പം വികസന പ്രവർത്തനം. ഈ കഴക്കൂട്ട നിയോജക മണ്ഡലത്തിൽ എത്രയെത്ര വികസന പ്രവർത്തനം സഖാവ് കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നു. അദ്ദേഹം മന്ത്രിയായ വർഷങ്ങളിലും ഇപ്പോൾ MLA ആയി നിൽക്കുന്ന ഘട്ടത്തിലും അതിന് ഇടപെടൽ നടത്തുകയില്ലേ. കഴക്കൂട്ടം നിയോജക മണ്ഡലം ഇന്ന് കേരളത്തിന്റെ IT സിറ്റിയാണ്. ടെക്നോ പാർക്ക് വികസനത്തിന്റെ പാതയിലാണ്. ടെക്നോ പാർക്ക് സ്ഥാപിച്ചത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും LDF സർക്കാരാണ്. സഖാവ് VK നായനാർ സർക്കാരിന്റെ കാലത്ത് നടത്തിയ അന്നത്തെ വിദേശ സന്ദർശനത്തിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ വന്നതാണ്. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് ടെക്നോ പാർക്ക് ഉയർന്നത്.
അന്ന് ഈ നാട് വികസനത്തോട് കാണിച്ച കൂറ് കേരളത്തിന്റെ സാങ്കേതിക വിപ്ലവത്തിന് കാരണമായി മാറി.